നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോട്ടയത്തെ മത്സരം ഇരു സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും അഭിമാന പ്രശ്നമാണ്. കേരള കോൺഗ്രസുകൾ പരസ്പരം മത്സരിക്കുന്നു. ഒരു വശത്ത് കേരള കോൺഗ്രസ് എം, മറുവശത്ത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്. UDFും LDFും തമ്മിലുള്ള ഏറ്റുമുട്ടലിനേക്കാൾ കോട്ടയം പാർലമെൻറ്റ് അറിയപ്പെടുന്നത് കേരള കോൺഗ്രസുകളുടെ ഏറ്റുമുട്ടൽ എന്ന നിലയ്ക്കാണ്. LDF പ്രചരണത്തിനായി ഒടുവിൽ പിണറായി വിജയൻ കോട്ടയം പാർലമെൻറ്റിലെത്തി. മുൻപ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട യാത്രയിൽ ചില വിവാദങ്ങൾ പാലയിൽ വെച്ച് ഉയർന്നു കത്തിയിരുന്നു. അന്ന് തോമസ് ചാഴികാടനെ പരിഹസിച്ച മുഖ്യമന്ത്രിയുടെ നടപടി വലിയ ചർച്ചയായി തീർന്നിരുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കോട്ടയത്തെത്തിയപ്പോൾ ഏറെ ശ്രദ്ധിച്ചിരുന്നു LDF സംവിധാനം. തോമസ് ചാഴികാടന്റെ പ്രചരണവേദിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയപ്പോൾ സദസ്സിൽ നിന്നും വലിയ ആരവങ്ങൾ ഉയർന്നു. അതുകൊണ്ട് തന്നെ പിണറായി വിജയനും ഇത്തിരി ഫോമിലായിരുന്നു. തലയോലിപ്പറമ്പിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് മുഖ്യമന്ത്രി എത്തിയത്. എന്നാൽ പരിപാടി നാശകോശമായത് മറ്റൊരു വിധത്തിൽ. പ്രസംഗത്തിന് മുന്നോടിയായി പിണറായി വിജയൻ ആ മൈക്കൊന്ന് സ്വയം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി. മൈക്കും സംവിധാനവുമൊക്കെ ഒടിഞ്ഞു പറഞ്ഞ് താഴേക്ക് വീണു. ആദ്യം അത് കയ്യിൽ ഊരിയെടുത്തു. ഏതോ സിനിമയിൽ ജഗദീഷ് ഒരു പ്രതിമയുടെ 3 ഭാഗങ്ങൾ ഊരിയെടുത്ത് തിരികെ വെക്കാൻ നോക്കുന്ന അവസ്ഥയിലായി പിണറായി വിജയൻ. ഇതിനിടയിൽ ചില പീസുകളൊക്കെ നേരെ താഴേക്ക് വീണു. വേദിയിലുണ്ടായിരുന്ന ജോസ് കെ മാണിയും സംഘവും ഓടിയെടുത്തു. പിണറായിക്ക് ചുറ്റും ഒരാൾക്കൂട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. അവരെല്ലാം വിയർത്തു കുളിച്ചു. വേദിയിലിരിക്കുന്ന ചാഴികാടൻ്റെ മുഖമൊന്ന് കാണേണ്ടത് തന്നെ. സംഗതി കുരുക്കായോ എന്ന ഭയം ചാഴികാടൻ്റെ മുഖത്ത്. ആള് പിണറായി വിജയനാണ്. പൊട്ടിത്തെറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ സംഗതി അപകടമാകും. എന്തായാലും പിണറായി വിജയൻ 1 മിനിറ്റോളം മൈക്കിന് മുന്നിൽ നിസ്സംഗനായി നിന്നു. ഒടുവിൽ രക്ഷയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നേരെ ഇരിപ്പിടത്തിൽ പോയി ഒറ്റയിരിപ്പ്. മുഖത്തെ ചളിപ്പ് ഒന്ന് കാണേണ്ടത് തന്നെ. സംഘാടകരെല്ലാം ഒത്തുകൂടി 5 മിനിറ്റോളം എടുത്താണ് ഒരു വിധത്തിൽ ആ മൈക്കൊന്ന് കുത്തി നിർത്തിയത്. പിന്നീട് ഒരു വിധത്തിൽ പിണറായി വിജയൻ തന്റെ പ്രസംഗം തുടർന്നു. എന്നാൽ സൗണ്ട് സിസ്റ്റത്തിൽ നിന്നും പുകയും തീയും ഉയർന്നതോടെ വലിയ പരിഭ്രാന്തി പരന്നു. മുഖ്യമന്ത്രി തൊട്ടാൽ സംഗതി അപകടമാകുമോ എന്ന് ചിലർ പരിഹസിച്ചു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ പരിഹാസം മുഴങ്ങുന്നത് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രി തൊട്ടു, മൈക്കടക്കം താഴെ വീണു, പിന്നെ തീയും പുകയും മാത്രമാണ് കണ്ടത്. തീയും പുകയും ഉയർന്നതോടെ മുഖ്യമന്ത്രി ഒടുവിൽ ഗതികെട്ട് തന്റെ പ്രസംഗം നിർത്തി. എന്തൊരു ഗതികേടായിപ്പോയി. ഇരു കേരള കോൺഗ്രസുകളും തമ്മിലുള്ള മത്സരത്തിൽ ചാഴികാടൻ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുമ്പോഴാണ് ഇന്നത്തെ ഈ സംഭവ വികാസങ്ങൾ. മുഖ്യമന്ത്രിയുടെ വരവ്, അതും തലയോലപ്പറമ്പിൽ ചെറിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു LDF സംവിധാനത്തിന്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചതോടെയാണ് സൗണ്ട് സിസ്റ്റത്തിൽ നിന്നും തീയും പുകയും ഒക്കെ ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗവും സൗണ്ട് സിസ്റ്റത്തിലെ തീയും പുകയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നിപ്പോൾ പറയുക വയ്യ. വേദിക്ക് താഴെ സദസ്സിൽ സ്ഥാപിച്ചിരുന്ന മൈക്ക് സെറ്റിൽ നിന്നാണ് പുക ഉയർന്നത്. പുക കണ്ട് സദസ്സിലുണ്ടായിരുന്ന ജനം ആകെ പരിഭ്രാന്തിയിലായി. എന്നാൽ പ്രശ്നങ്ങളൊക്കെ വേഗത്തിൽ പരിഹരിച്ചുവെന്നാണ് സംഘാടകർ പറയുന്നത്. സംഭവത്തിൽ മുഖ്യമന്ത്രി പ്രകോപിതനായില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തെങ്കിലും പ്രകോപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാട്ടിയിരുന്നു എങ്കിൽ അത് വലിയ വാർത്തയായി മാറും. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ അങ്ങ് കടിച്ചു പിടിച്ചിരുന്നു എന്ന് പറയേണ്ടി വരും. പ്രസംഗം തുടർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായി മസാല ബോണ്ടിലെ അന്വേഷണത്തിൽ EDയെ വിമർശിച്ചു. സംഗതി വീണ വിജയനെതിരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണമുണ്ടെങ്കിലും മസാല ബോണ്ടിൽ കയറി ആക്രമിക്കുകയാണല്ലോ സേഫ് സോൺ. അതുകൊണ്ട് തന്നെ EDയെ കടന്നാക്രമിക്കാൻ മുഖ്യമന്ത്രി പ്രത്യേകം ശ്രദ്ധിച്ചു. റിസർവ് ബാങ്ക് അനുമതിയോടെയാണ് മസാല ബോണ്ട് ഇറക്കിയതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ലണ്ടനിൽ നിന്ന് മസാല ബോണ്ട് എടുക്കാനായത് കേരളത്തിന്റെ യശസ്സാണ് ഉയർത്തിക്കാട്ടുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അച്ചടക്കത്തിന് ഇത് തെളിവാണ്. ഇതിലാണ് കിഫ്ബിയും അന്നത്തെ ധനകാര്യമന്ത്രിയെയും കുടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമിക്കുന്നത്. ED നീക്കത്തെ തങ്ങൾ നിയമപരമായി നേരിടും. എന്താണ് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്നും പിണറായി ചോദിക്കുന്നു. LDF സ്ഥാനാർത്ഥിയായ തോമസ് ചാഴികാടന്റെ വിജയത്തിനായി തലയോലപ്പറമ്പിൽ സംഘടിപ്പിച്ച ഇടതുമുന്നണിയുടെ പ്രചരണ പരിപാടി അങ്ങനെ സംഗതി കൊഴുത്തു. മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ മൈക്ക് ഒടിഞ്ഞു വീഴുക, പിന്നെ പ്രസംഗിക്കുമ്പോൾ സൗണ്ട് സിസ്റ്റത്തിൽ നിന്ന് തീയും പുകയുമൊക്കെ ഉയരുക. വല്ലാത്ത ഗതികേട് തന്നെയാണ് എന്തായാലും ചാഴികാടന് ഏകദേശം സേഫ് സോണാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലം. മുൻപ് MP ആയിരുന്ന ചാഴികാടന് മണ്ഡലത്തിന്റെ മുക്കും മൂലയും ഒക്കെ ഹൃദിസ്ഥം. ജ്ഞാനായ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ വോട്ട് വലിയ തോതിൽ
ചാഴികാടൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDFന് മുൻകൈയുള്ള പാർലമെന്റ് മണ്ഡലമാണെങ്കിലും ചാഴികാടൻ തന്റെ വിജയം എളുപ്പത്തിലാകുമെന്ന് വിശ്വസിക്കുകയാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ പരമ്പരാഗത വോട്ടുകളും തോമസ് ചാഴികാടന്റെ വ്യക്തിപരമായ വോട്ടുകളും ചേർത്ത് വയ്ക്കുമ്പോൾ ചാഴികാടന് വിജയിക്കാൻ കഴിയുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. എന്തായാലും പിണറായി വിജയൻ എത്തി എന്തൊക്കെയാണ് ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത്. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ഈ സംഭവം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലാകുന്നു. ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ കോൺഗ്രസിന്റെ ഇത്തരം കാര്യങ്ങളിലുള്ള നിലപാടുകൾ BJPയിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടു നിൽക്കുന്നത്? BJPയുടെ ഒരു നേതാവ്, അദ്ദേഹം രാജ്യസഭാംഗമാണ്. ഇവിടെ ആന്ധ്രാപ്രദേശിലെ രാജ്യസഭാംഗം ചിന്നകുണ്ട മുനിസ്വാമി രമേശ്, അദ്ദേഹം കോൺഗ്രസിനോടൊരു സ്നേഹം, വ്യവസായിയാണ് അദ്ദേഹം. അപ്പോൾ കോൺഗ്രസിനോട് സ്നേഹം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കമ്പനിയുണ്ട്, ഋത്തിക് പ്രോജക്ട് പ്രൈവറ്റ് ലിമിറ്റഡ്. ആ കമ്പനി 30 കോടി രൂപ കോൺഗ്രസിന് കൊടുത്തു. നോക്കണം, എന്തൊരു ഉദാര മനസ്സിലെ ഒരു BJP നേതാവ്, അദ്ദേഹത്തിന്റെ കമ്പനി കോൺഗ്രസിന്റെ ഞാൻ പറഞ്ഞു വന്നത് ആ മനസ്സിനെ പറ്റി ഇവർക്ക് കോൺഗ്രസിനോടുകൂടി
എന്താ അതിന്റെ പിന്നില്? ആ 30 കോടി വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു സംഭവം നോക്കണം. ഹിമാചൽ പ്രദേശില് കോൺഗ്രസിന്റെ സർക്കാരാണ്. ആ സർക്കാർ അതിന്റെ മുന്നില് ഈ കമ്പനി, ഇദ്ദേഹത്തിന്റെ കമ്പനി ഒരപേക്ഷ, എന്താ, ഒരു വൈദ്യനിലയത്തിൽ, ആ വൈദ്യനിലയം ഈ കമ്പനിക്ക് അനുവദിക്കുന്നു. എന്ത് വ്യത്യാസമാണ് ബിജെപിയും കോൺഗ്രസും തമ്മിലുള്ളത്? ഇതാണ് നാം ചിന്തിക്കേണ്ടത്. ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല.